ഇവിടെ ഈ യൂട്യൂബിൽ കുറേ പുണ്യാളന്മാരും പുണ്യാളത്തികളും ഉണ്ട്. എല്ലാവരും പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്ത വീഡിയോകളും ഞാൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഈ ഷാജി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ വെറുതെ ഈ ഇങ്ങനെ ആഭാസത്തരങ്ങൾ പറയുന്ന അവരുടെ വീഡിയോകളാണ്, അവരുടെ പേരുകളൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, വേറെ ആരുടെ അല്ല. അപ്പം എന്തിനാണ് ഇവർ വന്നിട്ട് ഈ സ്ത്രീയെ എടുത്തിട്ട് ഇങ്ങനെ ചാമ്പണത്? അവർക്ക് പറ്റിയ ഒരു പെശകല്ല, അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ വന്നിരുന്ന് ഈ യൂട്യൂബിൽ വന്നിരുന്ന് പറയുമ്പോൾ അത് എടുത്തിട്ട് അവരിട്ട് ചാമ്പാനും അലക്കാനൊക്കെ ഈ യൂട്യൂബിലുള്ള മറ്റുള്ള ആളുകൾക്ക് എന്താണ് അവകാശം? അവർ വന്നിരുന്ന് പറയണത് അവരുടെ കാര്യങ്ങളല്ലേ, അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ അവർ പറയണത്. ആണോ? നിങ്ങളെന്തിനാണ് ഇത്ര വലിയ പുണ്യാളന്മാരായിട്ട് ആ സ്ത്രീനെ കല്ലെറിയണത്? കുറേ പുണ്യാളത്തികളും ഉണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ ഷാജി എന്ത് പറഞ്ഞ് ഷാജി വന്ന എന്ത് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്ന് കല്ലെറിയണ കുറേ പുണ്യാളന്മാരും പുണ്യാളത്തികളും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെന്നാണ് കിട്ടണേ? അങ്ങനെ ചെയ്തിട്ട് എന്താ കിട്ടണേ? മനസ്സിനൊരു സുഖം കിട്ടണമെന്നുണ്ടാവും. അത് കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ. കാരണം ഇങ്ങനെ ഈ മറ്റുള്ളവരെങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ആൾക്കാരുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണത്. വെറുതെ ഒരു കാര്യമില്ലാണ്ടാണ് ആ സ്ത്രീനെ എടുത്തിട്ട് ഇങ്ങനെ ചാമ്പണത്. ഇതിനൊക്കെ എന്താ മറുപടി പറയുക? ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വീഡിയോകളിൽ കാണുന്ന ഒരു കാര്യമാണ്, ഷാജിനെ പോലീസ് പിടിച്ചു, 3 വർഷം തടവ്, 50 ലക്ഷം പിഴ കൊടുക്കണം. ഇതൊക്കെ ചുമ്മാ അങ്ങോട്ട് പടച്ച് വിടാണ്, അങ്ങോട്ട് മനസ്സിൽ തോന്നി പോലെ ഇങ്ങനെ പടച്ചങ്ങോട്ട് വിടാണ്. ഒരു സത്യമല്ല അതിൻ്റെ അകത്ത്. എന്നാൽ ഷാജിനെ അറിയണ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത്, അവരുടെ ചെറുപ്പകാലമുള്ള ജീവിതത്തെക്കുറിച്ച് അറിയുന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? ഇത് വല്ലതും അറിഞ്ഞിട്ടാണ് ആ ലേഡീനെ നിങ്ങളിങ്ങനെ എടുത്തിട്ട് കലക്കണത്? വെറുതെ ഒരാൾ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അടുത്ത ആൾ അതിനെ ഏറ്റുപിടിച്ചിട്ട് അങ്ങനെ പറയണം. പിന്നെ വേറൊരാൾ വന്നിട്ട് അത് ഈ 2 പേരും പറഞ്ഞതിനെ ഏറ്റുപിടിച്ച് അങ്ങനെ പറയും. പിന്നെ വേറൊരാൾ വന്നിട്ട് ഈ 3 പേര് പറഞ്ഞതിനെ ചേർത്ത് അങ്ങനെ പറയും. ഇങ്ങനെ ചെയിൻ സർവീസായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ട്? ഈ ഷാജി എന്തെങ്കിലും ഇങ്ങനെ ഇവിടെ യൂട്യൂബിൽ വന്നിരുന്ന പറയുന്ന കാര്യങ്ങളാണ് ചുമ്മാ കേട്ടിട്ട് അങ്ങോട്ട് എഴുന്നള്ളിക്കണ എന്തിനാണ്? അതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് നിങ്ങൾ തിരക്കാറുണ്ടോ? അല്ല ഉണ്ടോ? നിങ്ങൾ തിരക്കാറുണ്ട് അത്? വേറെ ഇങ്ങനെ ഓരോരുത്തർ പറയണ കേട്ടിട്ടല്ലേ നിങ്ങൾ ഈ ആ സ്ത്രീനെ എടുത്തിട്ട് ഇങ്ങനെ ചാമ്പണത്? അപ്പോൾ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെന്ന് തിരക്കാൻ പോലും ആൾക്കാർക്ക് സമയമില്ല. കാള പറ്റുന്ന കേൾക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കയറെടുക്കുകയാണ്. ഇവിടെ 1-2 ആൾക്കാർ ഇപ്പോൾ ഈ അടുത്തിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നാളായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഇടവേളയായിരുന്നു, ഇടവേള കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയത് ഷാജിനെ. ഉടനെ ആ സ്ത്രീനെ എടുത്തിട്ട് അലക്കാണ് ഇരുന്നുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത്. അവനേതാണ്ട് കണ്ട് ഉമ്മാരൊക്കെ ഏതാണ്ട് നേരിട്ട് കണ്ട പോലെയാണ് പറച്ചിൽ കേട്ടത്. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തം വന്നിട്ട് പറയണം, ഞാനും കുറേ നാളായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല, ഇടവേളയിലായിരുന്നു. അവനും ഈ ഷാജിനെ എടുത്തിട്ട് ചാമ്പാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇവന്മാരെയൊക്കെ മോന്തടിച്ച് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ വന്നിരുന്ന് അവളുമാരും അവന്മാരും ഒരു പണിയില്ലാണ്ടിരുന്നുണ്ട്. നിങ്ങൾക്കൊന്നും വേറൊരു വിഷയങ്ങളില്ലാന്നിട്ടാണ് നിങ്ങൾ ആ ലേഡീനെ അങ്ങനെ എടുത്തിട്ട് അലക്കണത്? അല്ല, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. വേറൊരു വിഷയമല്ല, ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണില്ലേ? നിങ്ങൾ ഈ ഒരു ഷാജിനെ മാത്രമേ കാണുള്ളൂ. ഈ ലേഡിയുടെ പുറകെയാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നൊരു പ്രശ്നങ്ങളും നിങ്ങൾ ഈ നാട്ടിൽ കാണില്ല. കഷ്ടം തന്നെ. ഈ ഒരു ഷാജിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആ സ്ത്രീയുടെ പുറകെ തന്നെ പോകാൻ നിങ്ങൾക്ക് നാണമില്ലേ? അയ്യേ, ഇതെന്താണിത്? ആ ലേഡീനെ ഒന്ന് വെറുതെ വിടുവോ? നിങ്ങൾക്ക് അങ്ങനെ വിഷയങ്ങൾക്ക് ക്ഷാമമാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ വീഡിയോ വേറൊക്കെ കാണും, അതൊക്കെ എടുത്തിട്ട് അതിനെയൊക്കെ പിടിച്ച് ചെയ്യുമോ? അല്ലാണ്ട് ഈ ലേഡിയുടെ പുറകെ മാത്രം ഇങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് ഒരു നാണല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെയാണെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ? അല്ല, പറയുമോ?
വളരെ കഷ്ടമാണ് ഇങ്ങനെ ചെയ്യണതൊക്കെ കേട്ടോ. അയ്യേ, ഇതെന്തൊരു മനുഷ്യരാണിത്. ഒരു ലേഡി വന്നിരുന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതിനെ അങ്ങോട്ട് ഏറ്റുപിടിച്ച് പെണ്ണുങ്ങളും അതിൻ്റെ പുറകെ കൂടെ പോകണം. അതാണ് കഷ്ടം. ആണുങ്ങൾ പോണത് പിന്നെ ആണുങ്ങൾക്ക് ഒരു പെണ്ണിനൊക്കെ എന്തെങ്കിലും പറയാൻ നോക്കിയിരുന്നത് അത് കാണുമ്പോൾ അവർക്ക് അങ്ങനെ അവരുടെ ഒരു മനസ്സങ്ങനെ എന്നൊക്കെ. ഈ പെണ്ണുങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഒരു പെണ്ണിനെ ഇങ്ങനെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു പെണ്ണ്. അയ്യോ, വല്ലാത്ത ജന്മങ്ങൾ തന്നെ. കഷ്ടമാണിത്. എന്നാൽ ആ സ്ത്രീ വന്നിരുന്നിട്ട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയും. ഞാൻ അവരെ കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. അവരെന്തെങ്കിലും അവരുടെ വേറൊരു ആൾക്കാരെ കുറ്റം പറഞ്ഞതായിട്ടോ മോശമായിട്ട് പറഞ്ഞതായിട്ടോ ഒന്നും പറഞ്ഞില്ല. അവരുടെ ലൈഫിലേക്ക് ചെന്ന് ഇടിച്ച് കയറി ചെല്ലുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് അവർ പറയണത്. അവരങ്ങനെ ഓരോന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമാണ് അവർ പറയണത്. അല്ലാതെ ഈ യൂട്യൂബിലുള്ള വേറെ ആൾക്കാരെ കുറിച്ചൊന്നും അവർ മോശമായിട്ടൊന്നും പറയുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവരെ കുറേ വീഡിയോകൾ ഞാൻ ഈ അടുത്തിടയിൽ കണ്ടു. ഒരു മോശമായിട്ട് ആരെയും ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് ഈ ആൾക്കാർ ചുമ്മാ ആ സ്ത്രീനെ എടുത്തിട്ട് അലക്കാറുണ്ട്. എന്ത് കിട്ടണം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ട്? എല്ലാം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് വല്ലതൊക്കെ തരുന്നുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇത് വെറുതെ ഒരാൾ പറയുന്നിട്ടിട്ട് ഉടനെ വേറൊരാൾ വരും, അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വരും. അങ്ങനെ കുറേ പുണ്യാളന്മാരും കുറേ പുണ്യാളത്തികളും കിടന്നിങ്ങനെ അങ്ങോട്ട് അറുമാദിക്കാണ് ഇതിൻ്റെ അകത്ത്. ഒരു ഷാജീനെ കിട്ടിയപ്പോൾ അയ്യോ, വേറെ ഒരു വിഷയമല്ല ഇവർക്കൊന്നും. ആ ഒരു ലേഡി മാത്രമേ ഉള്ളൂ. ഇപ്പം ആ ലേഡീനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ഇവർ ചെയ്യിപ്പിക്കും. അതാണ് ഇവരുടെ പോക്ക്. ഇവരൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയിരുന്ന് ഓരോന്ന് ചെയ്യണത്. ആ മക്കളെങ്കിലും നിങ്ങൾക്കൊന്ന് ഓർക്കാൻ പാടില്ലേ? എൻ്റെ പൊന്നു ഷാജി, ഞാൻ നിൻ്റെ അടുത്ത് പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം നിൻ്റെ പേരിൽ ഒരു വ്ളോഗർ കേസ് കൊടുത്തതായിട്ടുള്ള വീഡിയോയിൽ ഞാൻ കണ്ടു. ഇനിയിപ്പം നിനക്കും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിന്നിങ്ങനെ ഓരോ അപമാനങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആൾക്കാരെയൊക്കെ പേരിൽ നിനക്കും കേസ് കൊടുക്കാൻ കൊണ്ടുപോയി. നീ പോലീസിലൊന്നും കൊണ്ടുപോയി കേസ് കൊടുക്കണ്ട. നീ ആ വനിതാ കമ്മീഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്താൽ മതി. നീ ഒരു വിധവയാണ്, 5 മക്കളുടെ തന്തയില്ലാത്ത 5 മക്കളുടെ അമ്മയാണ്, ഒരു സ്ത്രീയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ കാണിച്ച് നീ ആ വനിതാ കമ്മീഷനിൽ കൊണ്ട് പരാതി കൊടുക്കും. നിന്നെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ട്രോളുന്ന ആൾക്കാരുണ്ടല്ലോ, നിന്നെ ഇങ്ങനെ അസഭ്യങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ പേരുകളും ആ വീഡിയോകളും എല്ലാം നീ റെക്കോർഡായിട്ട് എടുത്തിട്ട് അത് വെച്ച് തെളിവ് വെച്ച് നീ കൊടുക്കുക. ഇവരൊക്കെ പിന്നെ ചുരുണ്ട് കൂടുന്നത് ഞാൻ കാണിച്ചു തരാം. നിനക്ക് പറ്റുമെങ്കിൽ നീ അങ്ങനെ ചെയ്യ് കേട്ടോ. അല്ലാണ്ട് നിന്നോട് ഇനി വേറെ ഉപദേശങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഇത് ഒരു ഉപദേശമല്ല, ഞാൻ നിന്നോടുള്ളൊരു സ്നേഹം കൊണ്ട് പറയണതാണ്. നീ ഇങ്ങനെ ചെയ്ത് നോക്ക്. നീ പോലീസുകാരുടെ അടുത്തേക്കൊന്നും പോട്ടെ പരാതിയായിട്ട്. പോലീസുകാരൊക്കെ അങ്ങോട്ടും കൂടെ കാശ് കിട്ടിയാൽ പറയുന്ന ആൾക്കാർ, അവരുടെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഈ വനിതാ കമ്മീഷനിൽ കൊണ്ടുപോയിട്ട് നീ ഒരു പരാതി കൊടുക്കുക കേട്ടാ. നിൻ്റെ അടുത്ത് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്.